ചമയ ഗായകൻ എം.ജി. ശ്രീകുമാർ. എം.ജി. ശ്രീകുമാറിൻ്റെ വീട്ടിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അവരുടെ ജോലി ചെയ്യാൻ, അവർ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവർക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു ആരോപണം. അവർക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല, സെക്യൂരിറ്റി തടയും. ഈ എം.ജി. ശ്രീകുമാർ 25,000 രൂപ പിഴ അടച്ചിരിക്കുകയാണ്. കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞു. എം.ജി. ശ്രീകുമാർ അതിന് വിശദീകരണമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. ഒരു മാമ്പഴത്തിൻ്റെ ഇതാണ് പേപ്പറിൽ പൊതിഞ്ഞ് എറിയുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും 25,000 രൂപ പിഴ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ മനഃപൂർവ്വം അങ്ങനെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. എന്താണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ മാങ്ങാണ്ടിക്ക് 25,000 രൂപ ചിലവാക്കിയ ആദ്യത്തെ മനുഷ്യൻ എം.ജി. ശ്രീകുമാറായിരിക്കും. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ബോൾഗാട്ടിയിലാണല്ലോ. ബോൾഗാട്ടിക്ക് അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഈ കായലോരത്താണ് വീട്, അദ്ദേഹത്തിൻ്റെ വസതി ഉള്ളത്. അവിടെ മിക്കവാറും എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും വീട് നമ്മുടെ ആലുവ പുഴയുടെയും ഈ കൊച്ചി കായലിൻ്റെയും ഒക്കെ തീരത്താണ്, പെരിയാറിൻ്റെയും ഒക്കെ തീരത്താണ് ഇവരുടെയൊക്കെ വസതികൾ ഉള്ളത്. പെരിയാറിൽ കൂടെയോ അല്ലെങ്കിൽ കൊച്ചി കായലിൽ കൂടെയോ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം കാണുന്നതും സെലിബ്രിറ്റീസിൻ്റെ ഭവനങ്ങളായിരിക്കും. അല്ലെ മറൈൻ ഡ്രൈവിൽ ചെന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെ അവിടുത്തെ ഫ്ലാറ്റുകൾ, അതൊക്കെ ധാരാളം ഫ്ലാറ്റുകൾ സെലിബ്രിറ്റീസിനുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ പറയുന്ന പോലെ ബോൾഗാട്ടിക്ക് അടുത്തുള്ള എം.ജി. ശ്രീകുമാറിൻ്റെ വസതി. അവിടെ മുറ്റത്തൊരു മാവുണ്ട്, അത് ശരിയാണ്, അങ്ങനൊരു മാവുണ്ട്. ആ മാവിൽ നിന്നും മാങ്ങ വീണത് ഇപ്പോൾ ഈ മാമ്പഴക്കാലമാണല്ലോ, അത് പേപ്പറിൽ പൊതിഞ്ഞ് എറിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെങ്കിലും പേപ്പറിൽ പൊതിഞ്ഞ് മാമ്പഴം എടുത്ത് എറിയുമോ എന്ന് എനിക്കറിയാം. വീടുകളിൽ കിടന്നാലും നമ്മൾ കൈകൊണ്ട് എടുത്ത് എറിയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ചതഞ്ഞരഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പേപ്പർ വെച്ച് എടുത്ത് എറിയാനും സാധ്യതയുണ്ട്. പക്ഷെ ഇത് പൊതിഞ്ഞാണ് എറിഞ്ഞിരിക്കുന്നത്, പൊതിഞ്ഞ് എറിഞ്ഞിരിക്കുകയാണ്. അത് വിഷ്വലി കാണുമ്പോഴത്തേക്ക് അതൊരു കവറിൽ എടുത്ത് എറിഞ്ഞതുപോലെയാണ് അതിൻ്റെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളത് ഒരു ലോങ് ഷോട്ട് ആയതുകൊണ്ട് നമുക്കതിലൊരു വ്യക്തത വരികയുമില്ല, എറിയുന്ന ആളും വ്യക്തതയില്ല. അപ്പം ഇത് NB നസീം എന്ന് പറയുന്ന ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം വള്ളക്കടവിലുള്ള ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. അയാൾ ഈ സ്വകാര്യ കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. അപ്പോൾ അയാൾ ഈ കൊച്ചി കായലിൽ കഴിഞ്ഞ ഒരു 7 മാസം മുമ്പ് അവിടെ ഈ ഹൗസ് ബോട്ടുകളുണ്ടല്ലോ, ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കവേ ഈ ഇരുവശവുമുള്ള കാഴ്ചകൾ ഈ ബോട്ടിലെ ആളുകൾ വിശദീകരിച്ചു കൊടുക്കും. അത് ഇന്ന ആളുടെ ഈ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അപ്പുറം ഇപ്പുറമുള്ള ആരുടെയൊക്കെ വീടുകളാണ്, അതിങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് ഇന്ന ആളുടെ വീടാണ്, അത് ഇന്ന ആളുടെ ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിക്കും. അതാണ് അവിടെ വിശദീകരിക്കാനുള്ള ആകപ്പാടെ ഉള്ളത്. പിന്നെ ബോൾഗാട്ടി പാലസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയ്ക്ക് ഇത് എം.ജി. ശ്രീകുമാറിൻ്റെ വീടാണെന്ന് ഈ ബോട്ട് ജീവനക്കാരൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ NB നസീം ഫോൺ എടുത്തു വെച്ച് ഈ ദൃശ്യം ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കൃത്യമായി ക്യാമറ ഓണായിരിക്കുന്ന സമയത്ത് തന്നെ ഇത് വലിച്ചെറിഞ്ഞ് അത് അവിടെ തീർന്നു. ആ ദൃശ്യം അവിടെ തന്നെ പുള്ളി കയ്യിൽ തന്നെ ഗാലറിയിൽ കിടന്നു ഫോണിൻ്റെ. NB നസീം അതാ പറയുന്നത്. അപ്പോൾ അയാളുടെ ഗാലറിയിൽ കിടന്ന ഈ ദൃശ്യം ദീർഘനാളുകൾക്ക് ശേഷം ഈ MP രാജേഷ് ഉണ്ടല്ലോ, മന്ത്രി, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യമുക്ത കേരളം സംബന്ധിച്ചൊരു വിശദീകരണക്കുറിപ്പും മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞൊരു ടോൾ ഫ്രീ നമ്പറുമൊക്കെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ട ഈ NB നസീം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഇതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ടാഗ് ചെയ്ത് കളഞ്ഞു മിനിസ്റ്ററെ ടാഗ് ചെയ്തു. ഇത് സമയക്കേടിൻ്റെ ആണ്. അപ്പോൾ മിനിസ്റ്ററെ ടാഗ് ചെയ്തു. മിനിസ്റ്റർ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. മിനിസ്റ്റർ നോക്കിയപ്പോൾ ഇത് മുളവുകാട് പഞ്ചായത്താണ്. അപ്പോൾ മുളവുകാട് പഞ്ചായത്തിനെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെട്ടു. മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, അപ്പോൾ കാര്യമായി ഇടപെട്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് VS അക്ബർ അവിടുത്തെ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഉടൻ ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മാങ്ങാണ്ടി കേസിലെ അന്വേഷണം ആരംഭിച്ചു, ത്വരിതാന്വേഷണം. അങ്ങനെ
അന്വേഷണത്തിൽ വ്യക്തമായി ഇതിൽ നിന്നും മാലിന്യം കൊച്ചി കായലിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ മാലിന്യം എറിഞ്ഞു എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ മാങ്ങാണ്ടി കേസിൽ തെളിവായി. അങ്ങനെ തെളിവ് കണ്ടെത്തിയതോടുകൂടി നടപടിയും ആരംഭിച്ചു. പഞ്ചായത്ത് MG ശ്രീകുമാറിന് 25,000 രൂപ പിഴ ചുമത്തി. ഈ NB നസീം പോസ്റ്റ് ചെയ്തിരിക്കുന്നതും അതാണ്. ഈ സാധാരണ മാലിന്യം വലിച്ചെറിയുന്നവർക്ക് 50,000 രൂപ വരെയാണ് പിഴ. എവിടെ എൻ്റെ 25,000 എന്ന് ചോദിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തത്. NB നസീം ഇതെടുത്ത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എവിടെ എൻ്റെ 25,000 എന്ന് ചോദിച്ചപ്പോൾ തന്നെ അതിൻ്റെ ക്യാപ്ഷൻ ഭയങ്കര ക്യാപ്ഷനായിപ്പോയി. ചില ക്യാപ്ഷൻ പെട്ടെന്ന് കയറി ക്യാച്ച് ചെയ്യും ആൾക്കാർ. ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാലേ ആൾക്കാർ പെട്ടെന്ന് കയറി ശ്രദ്ധിക്കും. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുത്ത് ഓപ്പൺ ചെയ്യും. സർക്കാരിൻ്റെ ഇതിൽ ടാഗ് ചെയ്യണമെങ്കിൽ ഫോട്ടോ മാത്രമേ പറ്റുള്ളൂ. വീഡിയോ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ ഇതിൽ ഫോട്ടോ മാത്രമേ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വകുപ്പിൻ്റെ ഇതിനകത്ത് കയറി നമ്മൾ ഇത് അറിയിക്കുന്നിടത്ത് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ എവിടെ എൻ്റെ 25,000 എന്ന് കേട്ടപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ ചാടി വീണു. ഇത് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, റെയിൽവേ പാളത്തിൽ യുവതി ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെ എല്ലാവരും കൂടെ ഇത് തുറന്നു നോക്കിയപ്പോൾ യുവതിയുടെ ചെരുപ്പ് ഊരിപ്പോയി. യുവതി ഈ ചെരുപ്പ് എടുത്തിട്ടുകൊണ്ട് പോവുകയും ചെയ്തു. ഇതാണ് റെയിൽവേ പാളത്തിൽ യുവതി ചെയ്തത്. കണ്ടോ, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സ്ഥിരം ക്യാപ്ഷനാണ് ഇങ്ങനെയൊക്കെയുള്ളത്. ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയല്ല, അദ്ദേഹത്തിൻ്റെ നടപടി ശരിയാണ്. ഇതൊരു ഇനി ചെറിയ മാങ്ങാണ്ടി കേസാണെങ്കിൽ പിന്നെ MG ശ്രീകുമാർ പറയുന്ന പ്രകാരം ഇതൊരു മാങ്ങാണ്ടി കേസാണെങ്കിൽ പോലും ആൾക്കാരൊന്ന് ഭയക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഈ കേസിൻ്റെ ഒരു ഗുണം. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് പേർ മാലിന്യം എറിയുന്നുണ്ട്. ഒരുപാട് പേർ മാലിന്യം വലിച്ചെറിയുന്നുണ്ട്. കൊച്ചി കായലിലൊക്കെ മാലിന്യത്തിന് യാതൊരു കുറവുമില്ല. അപ്പോൾ മാലിന്യം ഒരുപാട് പേര് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ വലിച്ചെറിയുന്നവർക്കൊക്കെ ഇതൊരു താക്കീതാണ്. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു ക്യാമറ കണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ വരുന്നതോടുകൂടി ഇവർക്ക് ഭയമാകും. മറ്റേ സെലിബ്രിറ്റീസ് ആകുമ്പം പ്രത്യേകിച്ചും, കാരണം നാണക്കേടാണ്. പൊതു നിരത്തിലേക്ക് ഇത് വലിച്ചെറിഞ്ഞു എന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയപ്പെടാൻ ഒരു കാരണമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ട്രോൾ ഇറങ്ങിയിട്ടുള്ളത് 2 10,000-ഉം 1,500-ഉം എനിക്ക് പ്രശ്നമല്ലെന്ന് 25,000 ആയി. അത് അദ്ദേഹത്തിന് പ്രശ്നമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിന് പിന്നാലെ തന്നെ നോട്ടീസ് കൊടുത്തതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരൻ മുളവുകാട് പഞ്ചായത്തിൽ നേരിട്ടെത്തി ഇത് അടച്ചു. അത് മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ തർക്കിക്കാനോ അത് പിന്നെ മാലിന്യമല്ലെന്നൊന്നും പറയാൻ വേണ്ടി അവർ നിന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, ഈ മാലിന്യം ഈ മാങ്ങാണ്ടിക്ക് ഞാൻ 25,000 രൂപയാണ് കൊടുക്കേണ്ടി വന്നതെങ്കിൽ കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങുന്ന മാലിന്യത്തിന് എത്ര രൂപ സർക്കാർ ചിലവാക്കും എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അല്ല, അങ്ങനെ പിഴയടിക്കണം. പിഴയിട്ട് കഴിഞ്ഞാൽ ഈ മാലിന്യം നമ്മുടെ തന്നെ അഷ്ടമുടി കായലിൻ്റെ തീരത്ത് ആ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് വന്നാൽ അറിയാം, എല്ലാ മാലിന്യങ്ങളും വന്നടിഞ്ഞു കൂടുന്ന ഒരു ഏരിയ അത് അഷ്ടമുടിയിലെ. KSRTCക്കാണ് ആദ്യം ഇവിടെ പിഴ അടയ്ക്കേണ്ടത്. KSRTCയുടെ വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓയിൽ ഇറങ്ങി അഷ്ടമുടിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് MG ശ്രീകുമാർ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയുടെ മാലിന്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനമൊക്കെ കേട്ടിരുന്നു. ഞാനതിനെ പിന്തുണയ്ക്കുന്ന ആളാണ്. മാത്രമല്ല ഞാൻ ഉടൻ തന്നെ കേരളത്തിലെ മാലിന്യത്തിൻ്റെ മുക്തിക്ക് വേണ്ടി, മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഗാനവും ആലപിക്കും, ഉടൻ തന്നെ രചിച്ചാലപിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മാങ്ങാണ്ടി കേസ് പോയ പോക്ക്, മാങ്ങാണ്ടി കേസ് എന്ന് വെച്ചാൽ സർവരെയും ഒരു മാങ്ങാണ്ടി വരട്ടി. അല്ല, ആളുകൾക്കൊരു അവബോധം ഉണ്ടാകാൻ ഇത് ഉപകരിക്കും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമാകും, കയ്യിലിരിക്കുന്ന കാശ് പോവും. അല്ല, അതിനകത്തൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായലോരത്ത് താമസിക്കുന്ന ഭൂരിഭാഗം പേരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം പേരെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾ, അല്ലാത്തവരെ ഞാൻ പറയുന്നില്ല, കുറേ ആളുകളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്കൂസിൻ്റെ പൈപ്പ് ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കും. അത് അടിയിലോട്ട് ഇതിൻ്റെ പൈപ്പ് ഇറക്കി കായലിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ കക്കൂസിൽ നിന്നുള്ള മാലിന്യം നേരിട്ട് വരുന്നത് ഈ കായലിൻ്റെ അടിയിലേക്കാണ്. കായൽ പിന്നെ അതുപോലെ തന്നെ ഈ ജലാശയങ്ങളുടെ അടിയിലേക്ക് പൈപ്പ് ഇറക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് കൊച്ചിയിൽ. പിന്നെ പ്രധാനപ്പെട്ട പരിപാടി, ഇപ്പോൾ കുറേ ക്യാമറകൾ സ്ഥാപിച്ചതുകൊണ്ടാണ്. മുൻപൊക്കെ ഈ അറവ് മാലിന്യമൊക്കെ കൊണ്ടുവന്ന് ഈ പെരിയാറിലോട്ട്
രാത്രിയിൽ ഇങ്ങോട്ട് ഇത് കൊടുത്തങ്ങ് വിടും, കൊടുത്തുവിടും. ഈ ഹരിതകർമ്മ സേന എടുക്കുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മാംസാവശിഷ്ടങ്ങൾ അടക്കം കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഈ പെരിയാറിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് തള്ളി കൊടുക്കും. പെരിയാറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നല്ല താഴ്ച ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ചാക്ക് ഉരുട്ടി അങ്ങ് വിട്ടാൽ മതി. ഇത് നേരെ അങ്ങ് പെരിയാർ വീണോളൂ. പെരിയാർ വീണ് കഴിഞ്ഞാൽ വീണെടുത്ത് കിടക്കത്തുമില്ല. പെരിയാറിന് ഒഴുക്കുള്ളത് കൊണ്ട് ഒഴുകിക്കൊണ്ട് ഒഴുകിപ്പോവും. ഒഴുകി അത് എവിടെയെങ്കിലുമൊക്കെ ചെന്നടി. ഈ പെരിയാറിൽ നിന്നുള്ള വെള്ളം എടുത്താണ് ശുചീകരിച്ച് കൊച്ചി ടൗണിൽ അടിച്ചു കൊടുക്കുന്നത്. അതിവർക്ക് മനസ്സിലാവത്തില്ല. നിങ്ങളിലേക്ക് എത്തുന്ന വെള്ളം പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് ഈ അടിച്ച് കയറ്റുന്നത് ഭൂരിഭാഗവും. അങ്ങനെയാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് ശേഷം ഉണ്ടായൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ VS അക്ബർ പറഞ്ഞത്, പിന്നെ ഇതിനകത്ത് MG ശ്രീകുമാറിനോട് ഒരു വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഞാൻ അടയ്ക്കുന്ന പിഴയിൽ നിന്ന് കുറച്ച് തുക ഈ ദൃശ്യം ശേഖരിച്ച പിന്നെ ദൃശ്യം പങ്കുവച്ച ആൾക്ക് ലഭിക്കുമായിരിക്കും എന്നൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന NB നസീമിന് എൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. താങ്കൾ എറിയുന്ന മാലിന്യത്തിൻ്റെ പിഴയിൽ നിന്നും ഒരു തുക കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെറുപ്പക്കാരൻ ജീവിക്കേണ്ട കാര്യമില്ല. ആ ചെറുപ്പക്കാരൻ അത് ചെയ്തത്. ഒരു ചെറുപ്പക്കാരൻ ചെയ്ത അയാളുടെ പ്രവൃത്തിയെ ചെറുതാക്കി കണ്ട് അയാൾ ഒരു തുകയ്ക്ക് വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് താങ്കൾ പറയാൻ പാടില്ല. അത് മോശമാണ്. NB നസീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ് ഒരു സ്വകാര്യ കമ്പനിയിലെ. അയാളുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണല്ലോ അയാൾ ഹൗസ് ബോട്ടൊക്കെ എടുത്ത് പോകുന്നത്. താങ്കൾ 25,000 രൂപ അടച്ചു കഴിഞ്ഞിട്ട് അതിനകത്തൊരു ചെറിയ തുക കിട്ടാൻ വേണ്ടി ആ പ്രവൃത്തി ഒരു ചെറുപ്പക്കാർ, ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ താങ്കളുടെ 25,000-ൻ്റെ പങ്കുപറ്റാൻ നടക്കുന്നവരാണെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് കയ്യിൽ വെച്ചാൽ മതി. അത് ഈ ചെറുപ്പക്കാരുടെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. അത് ഈ താങ്കൾക്ക് ലഭിക്കുന്ന വലിയ സമ്പത്തിൻ്റെ ഒരു ഹുങ്കിൻ്റെ ഭാഗമാണത്. അത് പറയുന്നത് ശരിയല്ല. അത്തരം പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞാൽ അല്പന്മാരുടെ ലിസ്റ്റിലേക്ക് താങ്കളെ കൂടി നാട്ടുകാർ കൂട്ടും. അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഇതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ VS അക്ബർ പറഞ്ഞത്, ഹരിതകർമ്മസേനയെ അടുപ്പിക്കാറില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറ്റി വിടാറില്ല. ഇപ്പോൾ ഹരിതകർമ്മസേന അവിടെ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്, പക്ഷേ അവരെ അവിടേക്ക് കയറ്റില്ല. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുവാൻ മാലിന്യം ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ. അങ്ങനെയാണ് അവിടെ ഹരിതകർമ്മസേനയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അവിടെ മാലിന്യം അല്ല, പഞ്ചായത്തിന്റെ വിശദീകരണം വന്നപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള മാലിന്യമൊന്നും എൻ്റെ വീട്ടിലില്ല എന്ന്. പ്ലാസ്റ്റിക് ഉപയോഗിക്കത്തില്ലായിരിക്കും. പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ഈ മിൽമയുടെ ഒരു പാല് വേണമെങ്കിലും. അത് ശരിയാണ്. പ്ലാസ്റ്റിക് എടുത്ത് ദൂരോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വീട്ടിൽ കാണത്തില്ലല്ലോ. എടുത്ത് കായൽ കളഞ്ഞിരുന്നാൽ പിന്നെ വീട്ടിൽ കാണത്തില്ല. ഹരിതകർമ്മസേന കൊച്ചിക്കായലിൽ നിന്ന് മുങ്ങിയെടുക്കണമെന്നാണോ താങ്കളുടെ നിലപാട്? അപ്പോൾ എന്തായാലും ഇതൊരു താക്കീതായിട്ട്, നല്ലൊരു താക്കീതായിട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞാൻ ഈ അഷ്ടമുടിക്കായലിൻ്റെ കാര്യം കൂടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. മുമ്പ് അഷ്ടമുടിക്കായലിൽ നമ്മളൊരു ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ടോക്ക് ഷോ ആയിരുന്നു. ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ചാനലിൻ്റെ ഒരു ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 പേരേ ഉള്ളൂ. 2 ക്യാമറമാനും ഉണ്ട്. ഒരു ചെറിയൊരു വള്ളമാണ്. അപ്പോൾ ഈ വള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ വെച്ചിട്ട് പിടിക്കുന്ന വള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് ഇത് താക്കുവാണല്ലോ. താത്ത് വെച്ചിട്ടാണ് ഇത് ഈ എൻജിൻ ഓൺ ചെയ്ത് ഓടിക്കുന്നത്. ഇത് എത്ര തവണയാണെന്നറിയാമോ ഇത് മാലിന്യത്തിൽ കുരുങ്ങി നിന്നത്? അവിടെ മുഴുവൻ മാലിന്യമാണ്. കായൽ നിറയെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വിവാദമായിട്ടുള്ളൊരു വലിയ കമ്പനി കൊച്ചിയിലെ, അത് പെരിയാറിലോട്ട് രാസമാലിന്യമാണ് ഒഴുക്കിക്കൊണ്ടിരുന്നത്. രാസമാലിന്യം അവർ ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്തിന് പെരിയാറിനൊരു റെഡ് നിറം വരും, റെഡിഷ് ആയിട്ടുള്ളൊരു നിറം വരും. അത് കഴിഞ്ഞിട്ടിത് മത്സ്യം അവിടെ ചത്തു പൊങ്ങി തുടങ്ങി. കെമിക്കലാണ് ഒഴുക്കി വിടുന്നത്. അതങ്ങനെയുണ്ട്. നമ്മുടെ നാട്ടിലൊരു കമ്പനി ഉണ്ടായിരുന്നു, കെമിക്കൽ ഒഴുക്കി വിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാർത്തയാക്കി ഞാനിതിൻ്റെ വിവരാവകാശമൊക്കെ എടുത്തു. വിവരാവകാശ പ്രകാരം കൊച്ചി കായലിൽ നേരത്തെ നടത്തിയ പരിശോധന റിപ്പോർട്ടൊക്കെ എടുത്തു. അപ്പോൾ ഈ കമ്പനിയിൽ നിന്നും അനധികൃതമായൊരു പൈപ്പ് ഇതിൻ്റെ അടിയിലുണ്ട്. ഈ പെരിയാറിൻ്റെ അടിയിൽ ഒരു പൈപ്പുണ്ട്. അപ്പോൾ ആ പൈപ്പിലൂടെയാണ് ഈ സാധനം എന്ന് പറയുന്നില്ല, പക്ഷേ അനധികൃതമാണ് ആ പൈപ്പെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ കേന്ദ്രീകരിച്ച് ആ ഏരിയയിലാണ് ഈ പറയുന്ന റെഡിഷ് ആയിട്ടുള്ള നിറം വരുന്നതെന്ന് കാണിച്ച് ആ ഏരിയയുടെ ഭാഗത്ത്, ആ ഏരിയയിൽ, ആ ചുറ്റളവിലാണ് മത്സ്യം ധാരാളമായി ചത്തു പൊങ്ങുന്നതെന്നൊക്കെ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തു. ഒരു 2-3 വാർത്തകൾ കഴിഞ്ഞപ്പോൾ അവരെനിക്ക് നോട്ടീസ് അയച്ചു. വലിയ കമ്പനിയാണ്, നമ്മുടെ
വീണാ വിജയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപണം ഉയർന്ന കമ്പനിയാണ്. പേര് പറയുന്നില്ല. അവരുമായിട്ട് ഇപ്പോഴും ആ കേസിൻ്റെ കുറച്ച് ഭാഗം കിടപ്പുണ്ട്. ഇവരെനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഒരു കേസ് ഡിഫർമേഷൻ കൊടുത്തു. ഡിഫർമേഷൻ കൊടുത്ത് എനിക്ക് നോട്ടീസ് വന്നു. ഞാൻ കോടതി കൊണ്ടുപോയി മറുപടി കൊടുത്തു. എന്തോ കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് അഡ്വക്കേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ അതിനുശേഷം അവർ പിൻവലിച്ചു എന്നായിരുന്നു എൻ്റെ അറിവ്. അവർ അത് പിൻവലിച്ച് എനിക്ക് നോട്ടീസ് വന്നു. ഞാൻ കൃത്യമായിട്ട് മറുപടി കൊണ്ടുപോയി കൊടുത്തു. 1-2 പ്രാവശ്യം കോടതിയിൽ പോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ മറുപടി കൊടുത്ത് പിന്നാലെ ഒരു കേസ് പിൻവലിച്ചായിരുന്നു. എൻ്റെ എന്തോ ഒരെണ്ണം സൈൻ ചെയ്യാനോ എന്തോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് ഞാൻ വിട്ടുപോയി എന്താണെന്ന്. കഴിഞ്ഞ 1-1.5 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചേ. അപ്പോൾ ഞാൻ അതായത് എം ജി ശ്രീകുമാർ മാത്രമൊന്നുമല്ല. എം ജി ശ്രീകുമാർ അദ്ദേഹം പറയുന്ന പ്രകാരം മാങ്ങാണ്ടി കേസാണെങ്കിൽ ഈ വലിയ വലിയ ആളുകൾ, മറ്റു വലിയ വലിയ ആളുകൾ, എം ജി ശ്രീകുമാർ വലിയ ആളെന്നല്ല, മറ്റു വലിയ വലിയ ആളുകൾ ഒഴുക്കി വിടുന്നത് ഇതുപോലെയുള്ള എന്താ പറയുക മാങ്ങാണ്ടികളൊന്നുമല്ല. രാസമാലിന്യം, കെമിക്കലാണ് ഇവർ ഇതിനകത്തേക്ക് ഒഴുക്കുന്നത്. ഈ കെമിക്കൽ ഒഴുക്കിയാലുള്ള ഒരു വലിയ പ്രശ്നം, ഇത് അധികകാലം ഇതൊന്നും നിന്ന് പോവില്ല. ദീർഘനാൾ കഴിഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാതെയാവും. ഇരുമ്പനം ഭാഗത്ത് നദി ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊച്ചി ഇരുമ്പനം ഭാഗത്ത് പോയിട്ട് കാല് കുറച്ച് നേരം നനച്ചിട്ട് മാറി നിന്ന് നോക്ക്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൊറിഞ്ഞു കൊടുക്കും. ഇരുമ്പനം ഭാഗത്തൊരു നദിയുണ്ട്. അവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള കമ്പനികളെല്ലാം, ഈ പെട്രോളിയം കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പുറകുവശത്തൊരു നദി ഒഴുകുന്നുണ്ട്. അതിൽ ചെന്നിട്ട് കുറച്ച് നേരം കാല് വെച്ചിട്ട് മാറി നോക്കിയാൽ നമ്മുടെ ഈ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, നദീതീരങ്ങളിലാണ്. അത് മാത്രമല്ല, മലയാളികളുടെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് ഏതെങ്കിലും ഒരു ജലാശയം അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, ഇവിടം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ തള്ളാനുള്ള കേന്ദ്രങ്ങളാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ കുണ്ട്ര റെയിൽവേ സ്റ്റേഷൻ്റെ, ഞാൻ പറയും കുണ്ട്രയിലെ കഥയാന്ന് പറയും. കുണ്ട്ര റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശമുണ്ട്. ഈ പുറകുവശത്ത് ഒരു ഭാഗം, അതൊരു വീടിൻ്റെ മുൻവശമാണ്. അവിടെ മുഴുവൻ ഈ പറഞ്ഞ പോലെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നവരുടെ, നമുക്കതിലേ നടക്കാനേ പറ്റില്ല. വേറൊരുത്തനാണെങ്കിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇത് കേട്ടിട്ട് ഇനി പുള്ളി നമ്മളെ ഇനി അതിലിറങ്ങുമ്പോൾ അടിക്കും. ആ വേസ്റ്റിൻ്റെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ അത് ഇടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. ധാരാളം പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ധാരാളം പേര്. നമ്മളൊരു മനോഹരമായ ഒരു സ്ഥലത്തൂടെ മേലെ ഒരു 3-4 ദിവസം മുമ്പ് നടന്നു പോയി. അവിടെ ഭയങ്കരമായ സ്മെല്ലായിരുന്നു. ഏതാണ്ട് 2 ദിവസമായിട്ടൊരു നായ അവിടെ ചത്ത് കിടക്കുന്നു. ഈ സിറ്റിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഏറ്റവും പോർഷ് ഏരിയ, ഏറ്റവും വലിയ സാമ്പത്തിക സമ്പത്തുള്ളവർ താമസിക്കുന്ന സ്ഥലം. നമ്മളും പറഞ്ഞു ഇത് എത്ര മനോഹരമായ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നടന്നു പോയപ്പോഴാണ് അവിടെ ഒരു നായ ചത്ത് കിടത്തിട്ട് അത് 2 ദിവസമായി 2 വീർത്ത് ചീർത്ത് കിടക്കിയത്. അതിനെ എടുത്ത് കളയാൻ പോലും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ സംസ്കരിക്കാൻ പോലും പറ്റുന്നില്ല. അത് സംസ്കരിക്കാൻ പോലും പറ്റുന്നില്ല. ആരും വിളിച്ച് കോർപ്പറേഷനിൽ പറയുന്നില്ല. അല്ലെ കോർപ്പറേഷൻ അറിഞ്ഞിട്ട് ഇത് വരാതിരിക്കുന്നു. രണ്ടായാലും ആരെങ്കിലും ഇതൊന്ന് ചെയ്യണ്ടേ? പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊതു രീതി. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എം ജി ശ്രീകുമാർ പറയുന്ന ഒരു പേപ്പർ കഷ്ണം പോലും ശരിയാണ് പറഞ്ഞത് എടുത്ത് അല്ല അദ്ദേഹം പറഞ്ഞത് ശരി. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഈ 2019 അബുദാബി പോയ സമയത്ത് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ നമ്മളൊരു സൂവിൽ കൊണ്ടുപോയി അവർ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോൾ നമുക്ക് കാപ്പി തന്നു. അതിന് കുടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ശീലം വെച്ച് ഞാൻ എടുത്തെറിയാന്ന് പറയുമ്പോൾ ഒരാൾ ഓടി വന്ന് കൈ പിടിച്ചു. എറിയല്ലേ 500 രൂപ, അതായത് 500 രൂപ എന്ന് പറഞ്ഞാൽ നാട്ടിലെ 10,000 രൂപ. സാറേ 500 രൂപയാണ് ഫൈൻ, എറിയരുത്, അവിടെ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഈ സീറ്റ് ബെൽറ്റ്, അതുവരെ നമുക്കങ്ങനെ ഒരു ശീലമില്ലല്ലോ. കയറുമ്പോൾ എല്ലാവരും പറയും. ഞാൻ 16 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 16 ദിവസം പറയും സീറ്റ് ബെൽറ്റ് പിടിച്ചിടണമെന്ന് പറയും. ഇവിടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർഷ് ഏരിയയിൽ താമസിക്കുന്നവരുടെ ഒരു പ്രത്യേകത, ഞാൻ എല്ലാ സമ്പത്തുള്ളവരെയും കളിയാക്കിയല്ല, ഇവർ രാവിലെ നടക്കാൻ പോകുന്നത് ഈ വേസ്റ്റ് കളയാനാണ്. അതാണ് ഇവർ നടക്കാൻ പോകുമ്പോൾ ഇവരുടെ ഒരു സഞ്ചി ഉണ്ടാവും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയാ, ഇവർ നടക്കാൻ പോകുമ്പോൾ ഇവരൊരു വലിയ സഞ്ചിയായിട്ടാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു ഇവർ ഭാരം 2 കയ്യിലും ഒരു ഭാരം വെച്ച് ബാലൻസ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഒരു ആയാസപ്പെട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവരുന്നത്. ഇവരെന്തെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്നിട്ട് നൈസായിട്ട് ഒഴിഞ്ഞ മേഖലയിൽ കളഞ്ഞിട്ടൊക്കെ ആശ്രമ മൈതാനത്തിൻ്റെ ഭാഗത്ത് ചെന്ന് നോക്കിയാൽ മതി. രാവിലെ നടക്കാൻ അതിൻ്റെ ചുറ്റും ആളുകൾ ഇറങ്ങുന്നുണ്ട്. മൊത്തം വേസ്റ്റ് അവിടെ തട്ടിയിട്ട് പോകും. അതാണ് ഇവിടുത്തെ ഒരു പരിപാടി. ഏതായാലും എം ജി ശ്രീകുമാറിൻ്റെ മാങ്ങാണ്ടി കേസ് കാരണം എല്ലാവർക്കും ഒരു താക്കീതായിരിക്കട്ടെ. നദികളിൽ അവബോധവും ഉണ്ടായിരിക്കട്ടെ. ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടിടുന്നതിനേക്കാൾ അപകടമാണ് നദിയിൽ കൊണ്ട് കളയുക. നദിയിൽ കൊണ്ട് കളയുക എന്ന് പറയുന്നത് ഇപ്പം പല നദികളിലും ഇറങ്ങി കുളിക്കാൻ പോലും പറ്റില്ല. ഒന്നാം നീർനായയുടെ ശല്യം, 2 ഈ വേസ്റ്റ് എല്ലാം കാരണം നദികളിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശരി.